ഹലോ ഫ്രണ്ട്സ്, അകലി ലേറ്റസ്റ്റ് റിവ്യൂ. സരസ്വതി അമ്മ രാജുവിനോടും ഋതികയോടും പറയുക, പ്രതാപനും പത്മയും തമ്മിൽ പിരിയുന്നതിന് ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ കളിച്ചിട്ടുണ്ട്. അതൊക്കെ ഈ അടുത്ത സമയത്താണ് ഞാൻ അറിയുന്നത്. എൻ്റെ മകളുടെ ജീവിതം തകർത്തവരോട് ഞാൻ കണക്ക് ചോദിക്കും. അതിനി അധികം താമസം വരില്ല. ഇതൊക്കെ അംബിക അവിടെ മറിഞ്ഞതെന്ന് കേൾക്കുവാണ്. എന്ത് ചെയ്യാനാ, അദ്ദേഹത്തിൻ്റെ മരണം വരെ മകളെ ഓർത്ത് സങ്കടപ്പെട്ട് കഴിയുമായിരുന്നു. ഞാൻ കാരണമാണല്ലോ അദ്ദേഹത്തിന് മകളെ പിരിയേണ്ടി വന്നതെന്ന് ഓർക്കുമ്പോൾ എനിക്കും വലിയ സങ്കടവും കുറ്റബോധവുമായി. സങ്കടത്തോടെ ഋതികയെ നോക്കി സരസ്വതിയമ്മ പറയുക, ഇപ്പം ഞാൻ എൻ്റെ മകളെ എൻ്റെ കൊച്ചുമകളിൽ കൂടെയാണ് കാണുന്നത്. സങ്കടത്തോടെ അങ്ങനെ പറയുന്ന അമ്മാമ്മയുടെ കൈക്ക് ഋതിക ഇങ്ങനെ മുറുക്കി പിടിക്കുവാണ്. രാജു സരസ്വതിയമ്മയോട് ചോദിക്കുന്നു, അമ്മാമ്മേ, നമുക്ക് പത്മാവതി അമ്മയെ കണ്ടെത്തണ്ടേ? തീർച്ചയായും എൻ്റെ മകളെ കണ്ടെത്തുകയും വേണം, എനിക്ക് അവളോട് മാപ്പ് പറയുകയും വേണം മോനെ. എന്തുകൊണ്ടാണ് പ്രതാപനുമായിട്ട് പത്മ പിരിയാനുണ്ടായ കാരണവും എനിക്കറിയണം. ഒരൊറ്റ നിമിഷത്തെ കോപം കൊണ്ട് നമ്മളുടെ ജീവിതം ആകെ മാറി മറിയും. എന്ത് ചെയ്യാനാ, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. എൻ്റെ ഋതുമോൾക്ക് അവളുടെ അമ്മയും എനിക്ക് എൻ്റെ മകളെയും തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം മക്കളെ. രണ്ടുപേരും പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്, സമയം ഒരുപാടായി. ഇതൊക്കെ കേട്ടോണ്ട് നിന്ന് അംബികയ്ക്ക് ആകെ ടെൻഷനായി. എന്താണ് ഇനി അടുത്ത പരിപാടി ചെയ്യേണ്ടതെന്ന് അവളിങ്ങനെ കുടില ബുദ്ധി കൊണ്ട് ആലോചിച്ചുകൊണ്ട് പോവുകയാണ്. എന്തിനും ഏതിനും കൂടെ നിൽക്കുന്ന വേതാളം പോലൊരു മകനുണ്ടല്ലോ, അവനെ വിളിച്ച് കാര്യം പറയാനായിരിക്കും പോകുന്നത്. സരസ്വതി അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് രാജന് ഉറക്കം വരുന്നില്ല. രാജു ആ ബാൽക്കണി കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. അത് കണ്ടോണ്ട് ഋതിക ചോദിക്കുന്നത്, എന്താ രാജു, എന്തോ രാജു ഈ ആലോചിച്ച് കൂട്ടുന്നത്? പ്രതാപൻ സാറും പത്മാവതി മേഡവും പ്രേമിച്ച് കല്യാണം കഴിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് അവർ പിരിഞ്ഞത്? അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാനും ഇതിനെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് രാജു. ഞാൻ എത്രയൊക്കെ ആലോചിച്ചിട്ടും എനിക്കും അതിനൊരു ഉത്തരം ഇതുവരെ കിട്ടിയിട്ടില്ല. രാജു ഋതികയോട് പറയുക, നല്ല സ്വഭാവമുള്ള ആളാണ് പ്രതാപവർമ്മ സാറ്. അത്രയും നല്ല സ്വഭാവമുള്ള ആൾ സ്വന്തം ഭാര്യയോട് പിണങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായി എന്തെങ്കിലും കാര്യം ഉണ്ടായി കാണും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് തക്കതായി എന്ത് കാര്യമായിരിക്കും അവരുടെ ജീവിതത്തിൽ ഉണ്ടായത്? എന്തായാലും അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരു കുഴപ്പവും ഉണ്ടാകില്ല. അതെന്താ മേഡം അങ്ങനെ പറഞ്ഞത്? അപ്പോൾ മേഡത്തിൻ്റെ അമ്മയെ കണ്ടുപിടിക്കണ്ടായോ? എന്തിനാ രാജു മകളെ വന്നൊന്ന് കാണുകയോ മകളെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരമ്മയെ ഞാൻ എന്തിനാ രാജു കാണേണ്ടത്? എൻ്റെ കുഞ്ഞുനാൾ മുതൽ ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്ന് രാജുവിന് അറിയാവോ? എൻ്റെ അമ്മയെ ഒന്ന് കാണാൻ. സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഓരോ അമ്മമാരും അവരുടെ കുഞ്ഞുങ്ങളെ കൈക്ക് പിടിച്ചു കൊണ്ടുവന്ന് വിടുന്നത് കാണുമ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ഓർത്ത് ഒരുപാട് കരഞ്ഞിരുന്നു. പിന്നെ കരഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. അമ്മയെന്നുള്ളത് ഒരു കടങ്കഥ പോലെ ആയിപ്പോയി. അങ്ങനെ പിന്നെ ഞാൻ എൻ്റെ അമ്മയെ അങ്ങ് മറന്നു. അമ്മമാർ മരിച്ച മക്കളും ഈ ഭൂമിയിൽ ജീവിച്ചിരിപ്പുണ്ടല്ലോ രാജു. മേഡം അങ്ങനെ പറയാതെ, മേഡത്തിൻ്റെ അമ്മയും ജീവിച്ചിരിപ്പുണ്ട്. എന്തായാലും നമുക്ക് പത്മാവതി മേഡത്തിനെ കണ്ടുപിടിക്കണം. ഇവർ തമ്മിലുള്ള പിരിയാനുണ്ടായ കാര്യവും നമുക്ക് അറിഞ്ഞേ പറ്റൂ. രാജു ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഋതിക പറയാ, എൻ്റെ അച്ഛനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും രാജുവിനോട് പറയേണ്ടതില്ലല്ലോ. എൻ്റെ അച്ഛനെ പോലൊരു വലിയ മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ എൻ്റെ അമ്മയെ ഉപേക്ഷിക്കുമോ? എൻ്റെ അമ്മ എന്തെങ്കിലും ഒരു വലിയ തെറ്റ് ചെയ്തു കാണും രാജു. എൻ്റെ അച്ഛൻ ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത ഏതോ തെറ്റ്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം, അല്ലാതെ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇത്ര വലിയൊരു തീരുമാനം എടുക്കില്ല രാജു. മേഡം, പത്മാവതി മേഡത്തിന് അമ്മയും അച്ഛനും വലിയ മനുഷ്യരാണ്. അവർ രണ്ടുപേരും നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളുമാണ്. അവരുടെ ഒരേ ഒരു മകളാണ് പത്മാവതി മേഡം. അവരുടെ അതേ നല്ല സ്വഭാവം തന്നെ ആയിരിക്കും പത്മാവതി മേഡത്തിനും. അങ്ങനെയുള്ള പത്മാവതി മേഡത്തിന് പ്രതാപൻ സാറിനോട് എന്തെങ്കിലും രീതിയിൽ വലിയ തെറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇനി എന്തായാലും പത്മാവതി മേഡത്തെ കണ്ടുപിടിച്ചേ ഒക്കൂ മേഡം. എനിക്കും അമ്മയെ നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട് രാജു. എന്നും പറഞ്ഞ് എനിക്ക് എൻ്റെ അമ്മയുടെ അറ്റാച്ച്മെൻ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. എനിക്ക് എൻ്റെ അച്ഛൻ തന്നെയാണ് വലുത്. എന്നെ ഒരുപാട് വഴക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നെ വളർത്തിയത് എൻ്റെ അച്ഛനാണ്. എന്തായാലും അമ്മയെപ്പോലെ എൻ്റെ അച്ഛൻ എന്നെ ഉപേക്ഷിച്ചില്ലല്ലോ. മേഡം, ഇതിൻ്റെ പേരിൽ ആരെയും കുറ്റപ്പെടുത്താനോ വിധി പറയാനോ ഇതിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ അറിയാതെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എന്തായാലും ഞാൻ പത്മാവതി മേഡത്തിനെ അന്വേഷിക്കാൻ പോവാണ് എന്ന് രാജു പറയുന്നുണ്ട്. രാജു ആലോചിക്കുവാണ്, പത്മാവതി മേഡം അങ്ങനെ എനിക്കൊരു കത്തെഴുതി വെക്കണമെങ്കിൽ മേഡം അപ്പോൾ ആ പ്രദേശത്ത് എവിടെയോ ഉണ്ട്. മേഡത്തിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി എൻ്റെ അച്ഛൻ്റെ സഹായം തേടാം. അച്ഛനറിയാമല്ലോ പത്മാവതി മേഡത്തിനെ. ഇനി ആരായിരിക്കും ആ ജഗന്നാഥ വർമ്മ? ഇനി പത്മാവതി മേഡവും വർമ്മ സാറും പിരിയുന്നതിന് വേണ്ടി ഇദ്ദേഹം ഒരു കാരണക്കാരനായിരിക്കുമോ? ഈ സമയം പ്രതാപൻ പത്മാവതിയെക്കുറിച്ച് ഓരോന്ന് ഓർക്കുവാണ്. പെട്ടെന്ന് മനസ്സിൽ പറഞ്ഞ്, ഓർക്കരുതെന്ന് വിചാരിച്ചതല്ല ഇങ്ങനെ മനസ്സിൽ വരുവാണല്ലോ. ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഓർത്തും ഇനി അടുത്ത പരിപാടി എന്താ ചെയ്യേണ്ടത്, ആരെയൊക്കെയാണ് തകർക്കേണ്ടത്, രാജുവിനെയാണോ സരസ്വതി അമ്മയാണോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ടെൻഷന് നിൽക്കുവാണ് അംബിക.
പെട്ടെന്ന് അംബികയുടെ മുന്നിലോട്ട് മഹാദേവവർമ്മ വരുവാണ്. അത് കണ്ട് ഞെട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ മഹാദേവവർമ്മ ചിരിച്ചോണ്ട് പറയുന്നു, സ്വസ്ഥതയായിട്ട് നിനക്ക് ജീവിക്കാമെന്ന് നീ കരുതിയെങ്കിൽ നിനക്ക് തെറ്റി. ഞാൻ നിന്നെ അങ്ങനെ വിടില്ല. നീ ഈ ചെയ്തതിനൊക്കെ ഞാൻ കണക്ക് ചോദിക്കും. നിന്നെ എന്നേക്കുമായി ഈ ഭൂമുഖത്തുനിന്ന് ഇല്ലാതാക്കിയിട്ട് എൻ്റെ ആത്മാവ് ആ പരമാത്മാവിലോട്ട് ലയിക്കത്തുള്ളൂ. ആ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ച് അംബിക ഇങ്ങനെ നിൽക്കുവാണ്. പെട്ടെന്ന് നോക്കുമ്പോൾ മഹാദേവവർമ്മയെ കാണുന്നില്ല. പത്മാവതി മനസ്സിൽ പറയുക, അപ്പോൾ സരസ്വതി അമ്മയ്ക്ക് പത്മാവതിയോട് സ്നേഹം തോന്നി തുടങ്ങിയിരിക്കുന്നു. അതെന്തായാലും അപകടമാണ്. അവളെ ഇവരെല്ലാവരും കൂടെ ചേർന്ന് കണ്ടുപിടിച്ചാൽ ഞാനാണ് അവളെ ഇവിടെ നിന്ന് തുരത്തി വിട്ടതെന്നൊക്കെ അറിയുമ്പോൾ ആ കഥകളൊക്കെ വെളിച്ചത്താവും. എന്തായാലും പത്മയും സരസ്വതിയുടെ കണ്ടുമുട്ടിയാൽ ആപത്താണ്. എൻ്റെ ഈശ്വര, എന്താ ഇതിനൊരു പോംവഴി? അംബിക തല പുകഞ്ഞ് ആലോചിച്ചിട്ട് അവൾക്ക് ഒരേ ഒരു ഉത്തരവേ കിട്ടുന്നുള്ളൂ. എത്രയും പെട്ടെന്ന് സരസ്വതി അമ്മയെ ഇല്ലാതാക്കുക. ഉടനെ അംബിക ദീപക്കനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. വീട്ടിലാണെങ്കിൽ ആരുമില്ല, ചോദിക്കാൻ അമ്മയില്ല. ദീപക്കൻ്റെ അഴിഞ്ഞാട്ടം തന്നെ നടക്കുവാണ്. ആ സമയത്താണ് അംബികയുടെ ഫോൺ വരുന്നത്. എടാ മോനെ, എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. അമ്മ എന്താണെന്ന് വെച്ചാൽ കാര്യം പറ. എടാ ദീപക്കെ, 2 കാര്യങ്ങൾ ഇപ്പോൾ ഉടനെ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമ്മുടെ കൈവിട്ടു പോകും. അമ്മ പേടിക്കണ്ട. അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി. എന്നോടൊപ്പം ഇപ്പം നല്ല അവന്മാരും കൂടെയുണ്ട്. എത്രയും പെട്ടെന്ന് ഈ സരസ്വതി അമ്മയെ ഇല്ലാതാക്കണം. അത് മാത്രമല്ല, ഇവിടെ ഒരു മുറി പൂട്ടിയിട്ടിട്ടുണ്ട്. ആ മുറി നശിപ്പിക്കുകയും വേണം. എൻ്റെ അമ്മയൊന്ന് ധൈര്യമായിട്ടിരിക്കും. ദാണ്ട ഞങ്ങൾ ഇപ്പം തന്നെ പുറപ്പെട്ടു കഴിഞ്ഞു. ഉടനെ തന്നെ ദീപക്കും അവൻ്റെ ചിങ്കടി ഗുണ്ടകളും എല്ലാവരും ചേർന്ന് സൂര്യമംഗലം കോലത്തോട്ട് വരികയാണ്. എന്തായാലും ഞാൻ അമ്മയൊന്ന് വിളിക്കട്ടെന്ന് പറയാൻ ദീപക് അംബികയെ വിളിക്കുന്നുണ്ട് ഫോണിൽ കൂടെ. അംബിക ഉടനെ ചോദിക്കുന്നു, എടാ മോനെ എത്തിയോടാ? ഞങ്ങൾ എത്തിയമ്മ. ഞങ്ങൾ ഈ കോവിലകത്തിൻ്റെ മുന്നിൽ തന്നെ നിൽപ്പുണ്ട്. ഇനി ഒട്ടും താമസിക്കേണ്ട. 1 മണി കഴിഞ്ഞല്ലോ. ഇവിടെ എല്ലാവരും ഉറങ്ങി. അമ്മ, അതിന് വാതിൽ തുറന്നിട്ടിട്ടുണ്ടോ? എടാ മുന്നിലുള്ള വാതിൽ ഓപ്പണാ. നീ അതിലേക്കൂടെ കയറി ഇങ്ങ് പോരെ. പിന്നെ ഞാൻ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ, വളരെ സൂക്ഷിക്കണം. ഒരാൾക്ക് പോലും നിന്നെ മനസ്സിലാകുക ചെയ്യരുത്. എങ്ങനെയും ആ സരസ്വതി അമ്മ ഇന്ന് തീർത്തേക്കണം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞ പോലെ. അയ്യോ എൻ്റെ അമ്മ പേടിക്കണ്ട. എൻ്റെ കൂടെ ഉള്ളൊരു സാധാരണക്കാരല്ല, ഇവന്മാർ പ്രൊഫഷണലുകളാമേ. എന്നിട്ട് ദീപക് പെട്ടെന്ന് അവൻ്റെ മുഖമൊക്കെ മറച്ച് കൂടെ വന്ന ആ ഗുണ്ടകളെയൊക്കെ കൊണ്ട് ആ മുൻവശത്തെ വാതിൽ കൂടെ പയ്യെ തുറന്ന് അകത്ത് കയറി വരുവാണ്. ദീപക് വന്ന് അംബികയോട് ചോദിക്കുന്നു, അമ്മേ ആ കിളവിയുടെ മുറി ഏതാ? അതാ മോനെ ആ കാണുന്ന മുറി. അപ്പോൾ ഈ അടച്ചിട്ടിരിക്കുന്ന മുറിയോ? ഒറ്റത്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അംബിക. എന്നാലേ ഇനി എൻ്റെ അമ്മ മുറിയിലോട്ട് പൊയ്ക്കോ. ആ കിളവിയെ തീർത്തിട്ട് ഞാൻ അമ്മയെ വിളിക്കാം. മകൻ്റെ ആ ഉറപ്പിൽ വലിയ സന്തോഷത്തോടെ അംബിക അങ്ങനെ പോവുകയാണ്. വളരെ നല്ല ന്യൂസാണല്ലോ കിട്ടാൻ പോകുന്നത്. അങ്ങനെ ദീപക്കും ആ ഗുണ്ടകളും കൂടെ സരസ്വതി അമ്മയുടെ മുറിയുടെ അടുത്തോട്ട് പോവുകയാണ്. ആ സമയം സരസ്വതി അമ്മ അങ്ങോട്ട് വരുന്നുണ്ട്. സരസ്വതി അമ്മ ചോദിക്കും, ആരാന്നാ ചോദിച്ചത്? സരസ്വതി അമ്മയുടെ ആ ചോദ്യം കേട്ട് അവന്മാരിലാണ്ട് പേടിച്ചോടുവാണ്. നിൽക്കവിടെ, ആരാന്നാ ചോദിച്ചത്? ഗുണ്ടകളെ കണ്ടോണ്ട് സരസ്വതി അമ്മ ഒച്ച വെക്കുമ്പോൾ സരസ്വതി അമ്മയുടെ അടുത്തോട്ട് വരുവാണ്. ഋതികയും രാധമ്മയും കൊച്ചമ്മണിയും പ്രിയയും കൂടെ. പ്രിയ കിടന്നുകൊണ്ട് ജയേട്ടാ എന്ന് ഉറക്ക വിളിക്കുമ്പോൾ രാധമ്മയും വിളിക്കുന്നുണ്ട് വേണുവേട്ടാന്ന്. ആ ഗുണ്ടകൾ പൂട്ടിക്കിടക്കുന്ന വാതിൽ തുറക്കാനായിട്ട് ശ്രമിക്കുവാണ്. ആ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന പ്രതാപൻ ആ ഗുണ്ടകളെ എടുത്തിട്ട് ചാർത്തുവാണ്. അത് കണ്ടോണ്ട് നമ്മുടെ കൊച്ചമ്മണി, അടിയവന്മാരെ വിടരുത്. അംബികയാണെങ്കിൽ മറഞ്ഞു നിന്നതൊക്കെ കണ്ടോണ്ടിരിക്കുക. അങ്ങോട്ട് ഓടി വരുന്ന വേണുവേട്ടനും പറയുന്നു, പിടിക്കടാ അവനെ. രാജു ഓവന്മാരെ പിടിക്കാനായിട്ട് നോക്കുമ്പോൾ ദീപക് ഓടിപ്പോകുന്നതാണ് കാണുന്നത്. എന്നാൽ ദീപക്കിൻ്റെ മുഖം വ്യക്തമായിട്ട് കാണാനും പറ്റുന്നില്ല. ദീപക് മുഖം മറച്ചിരിക്കുവാണ്. രാജു അങ്ങോട്ട് ഓടിച്ചെന്ന് ദീപക്കിനെ എടുത്തിട്ടങ്ങ് അടിച്ച് പൊരിക്കുവാണ്. രാജുവിനെയും വേണുവേട്ടനെയും തള്ളി മാറ്റി രക്ഷപ്പെടാൻ വേണ്ടി ആ ഗുണ്ടകൾ അവിടെ കിടന്ന് ശ്രമിക്കുക. അങ്ങനെ വേണുവേട്ടനെ തള്ളി മാറ്റിയിട്ട് ദീപക് അവിടെ നിന്ന് ഓടിപ്പോവുക. ഇതെല്ലാം കണ്ട് അംബിക ടെൻഷനായിട്ട് അവിടെ നിൽക്കുക. അംബിക ഉദ്ദേശിച്ച കാര്യമല്ലല്ലോ അവിടെ നടന്നത്. വേണുവേട്ടൻ ചോദിക്കുന്നു, എങ്കിലും ആരായിരിക്കുമോ വന്നത്? എന്തിനായിരിക്കും ഇവന്മാർ വന്ന് വീട് ആക്രമിച്ചത്? രാധമ്മ പറയാ, വല്ല കള്ളന്മാർ വല്ലതും ആയിരിക്കും. വല്ലതുമൊക്കെ കട്ടുകൊണ്ട് പോകാൻ വന്നതാ. അത് കേട്ടിട്ട് നമ്മുടെ സരസ്വതിയമ്മ പറയുന്നു, വന്നവർ കള്ളന്മാരൊന്നുമല്ല, അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു. ഇന്നിവിടെ ഒരു ചടങ്ങൊക്കെ ഇവിടെ നടക്കുന്നതാണെന്ന് അവന്മാർക്കറിയാം എന്ന് പ്രതാപനും പറയുന്നുണ്ട്. വേണുവേട്ടൻ പറയുന്നു, ഇത്രയും പേരുടെ താമസമുണ്ടെന്നും അവർക്കറിയാം. അങ്ങനെ നോക്കുമ്പോൾ ഉറപ്പായിട്ടും അവന്മാർ കള്ളന്മാരായിരിക്കില്ല. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കാര്യസ്ഥൻ കുറിപ്പ് പറയുന്നു, എൻ്റെ ഓർമ്മയിൽ ഇതുവരെ ഇവിടെ കള്ളന്മാരായിട്ട് ആരും വന്നിട്ടില്ല. നാളെ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നമുക്കൊരു കംപ്ലൈൻറ്റ് കൊടുക്കണം എന്ന് പ്രതാപൻ പറയുന്നുണ്ട്. നേരെ ഒരുപാടായില്ലേ, ഇനി നിങ്ങളെല്ലാവരും പോയി കിടക്കാൻ നോക്ക്. രാജു പറയാ, എന്തായാലും ഇനി അവന്മാർ വരില്ല. അത്രയ്ക്ക് നല്ലോണം കിട്ടിയിട്ടുണ്ട്. ജീവനും കൊണ്ട് അവന്മാർ ഓടിയത്. വേണുവേട്ടൻ ഉടനെ പറയുന്നത്, നിങ്ങൾ എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോ, ഞാനും ജയനും ഇവിടെ പുറത്ത് കാവലുണ്ടായിരിക്കും. അത് കേട്ടിട്ട് രാധമ്മ പറയുന്നു, അയ്യോ അതൊന്നും വേണ്ട, നിങ്ങൾക്ക് സുഖമില്ലാത്തതല്ലേ, നിങ്ങൾ വന്ന് കിടക്ക്. എൻ്റെ രാധമ്മേ, എനിക്ക് ഒരു അസുഖമില്ല, നീ പോയി കിടന്നേ. ജയൻ ഇവിടെ നിൽക്കട്ടെ, ഇതിനു മുമ്പ് ഞാനിവിടെ കാവലല്ലായിരുന്നോ? പ്രതാപൻ സാറ് പോയി കിടന്നാട്ടെ എന്ന് പറയുമ്പോൾ പ്രതാപൻ അകത്തോട്ട് പോകുമ്പോൾ രാജു ചോദിക്കുന്നു, അച്ഛാ നീ ഒന്ന് പോടാ, എനിക്കൊന്നുമില്ല. അങ്ങനെ രാജുവും ഋതികയും കൂടെ പോവുകയാണ് അകത്തോട്ട്.
നമ്മുടെ ജയനെ നോക്കി കൊച്ചമ്മണി ചോദിക്കുന്നു, ഞാൻ കൂട്ട് വേണോടാ മോനെ? അത് കേട്ടിട്ട് പ്രിയ പറയുന്നു, ആഹാ അപ്പോൾ എനിക്കാരാ കൂട്ട്, അമ്മ ഇങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് കൊച്ചമ്മണിയെ വിളിച്ചോണ്ട് പ്രിയയും പോവുകയാണ്. ജയൻ വേണുവേട്ടനോട് ചോദിക്കുന്നു, അച്ഛാ നല്ല കോടൽമഞ്ഞുണ്ട് കേട്ടോ, വല്ല കാട്ടുമൃഗങ്ങളും ഇറങ്ങി വരുമോ? വരട്ടടാ, നമുക്ക് അപ്പം നോക്കാം. അച്ഛാ നല്ല കുളിര്, ഒരു കുപ്പിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ തണുപ്പിന് അസലായാന്. ആ സമയത്ത് ആനയുടെ ചിഹ്നം വിളി കേൾക്കുന്നുണ്ട്. അത് കേട്ടിട്ട് വേണുവേട്ടൻ പറയുന്നു, അതെ ആനയും കടുവയും തമ്മിലുള്ള അടിയാ, അങ്ങനെ പലതും ഇവിടെ നടക്കും. എടാ അത് കാടാ, ഒന്ന് മറ്റൊന്നിനെ കൊന്നു തിന്നും, അതാണ് കാട്ടു നിയമം. ജയൻ നല്ല വീരവാദമൊക്കെ പറയുന്നെങ്കിലും ആകെ പേടിച്ച് വിറച്ചാണ് അവിടെ നിൽക്കുന്നത്. ഈ സമയത്ത് ദീപക് അംബികയെ ഫോൺ ചെയ്യുന്നുണ്ട്. അംബികയ്ക്കാണെങ്കിൽ ദേഷ്യം കൊണ്ട് വിറയ്ക്കുവാണ്. എന്താണെന്ന് ദേഷ്യത്തിൽ ചോദിക്കുമ്പോൾ ദീപക് അമ്മേ സോറി. എന്തോന്ന് സോറിയടാ, നിനക്ക് എവിടുന്ന് കിട്ടിയടാ ഈ അവന്മാരെ? ഗുണ്ടകളാണ് പോലും, ഗുണ്ടകൾ. എൻ്റെ അമ്മേ, ആ കോവിലകത്താണെങ്കിൽ ഒരു പടയ്ക്കുള്ള ആളുകളുണ്ടായിരുന്നു. അംബിക ദേഷ്യത്തോടെ, എടാ ഏത് പടയാണെങ്കിലും ആയിക്കോട്ടെ, ആ സരസ്വതിയെ കുത്തിവീഴ്ത്തിട്ട് പോകാൻ വയ്യായിരുന്നോടാ. അതെന്ത് ചെയ്യാനമ്മേ, അപ്രതീക്ഷിതമായി എല്ലാവരും കൂടെ ഇരച്ചു വന്നപ്പോൾ പതറിപ്പോയമ്മേ. ആ രാജുവാണെങ്കിൽ എന്നെ നനങ്ങാൻ പോലും സമ്മതിച്ചില്ല. നിനക്ക് ശരിക്കും കിട്ടി അല്ലേ? അതിനെ എനിക്ക് കിട്ടിയതിനേക്കാൾ ഇരട്ടി ഞാൻ തിരിച്ചു കൊടുത്തിട്ടുണ്ടമ്മേ. എന്തായാലും പോട്ടെ, ഇനിയിപ്പം നിരാശപ്പെട്ടിട്ട് കാര്യമില്ല. അവരെ തീർക്കാൻ ഇനിയും കിടക്കുമല്ലേ സമയം. അതിനെന്താ വേണ്ടതെന്നൊക്കെ ഇനി നോക്കാം. ഏതായാലും നീ ഫോൺ കട്ട് ചെയ്തേര്. രാജുവും ഹൃദയയും കൂടെ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുവാണ്. അപ്പോഴവരുടെ അടുത്തോട്ട് സരസ്വതി അമ്മയും കുറുപ്പൂടെ വരുവാണ്. കുറുപ്പ് ചോദിക്കുന്ന, എല്ലാവരും രാവിലെ തന്നെ മടങ്ങുവാണോ? സരസ്വതിയമ്മ പറയുന്ന, അതെ, പ്രതാപൻ അർജൻറ്റായിട്ടൊരു കോള് വന്നു, മിനിസ്റ്റർ അല്ലേ, പോകാതിരിക്കാൻ പറ്റുമോ? അപ്പോഴങ്ങോട്ട് പ്രതാപനും അംബികയും വരിക. പ്രതാപൻ പറയുന്നു, ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ മനസ്സ് വരുന്നില്ലമ്മേ. എന്ത് ചെയ്യാൻ, പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. സരസ്വതിയമ്മ പറയാം, അതെ, ഭരണാധികാരികളായാൽ ഇങ്ങനെയൊക്കെ കുറെ കുഴപ്പങ്ങളുണ്ട്. പ്രതാപൻ പെട്ടെന്ന് സരസ്വതിയമ്മയോട് ചോദിക്കുന്നു, അല്ല അമ്മ വരുന്നില്ലേ? ഞാനും വരുന്നുണ്ട് പ്രതാപ. വേണുവേട്ടൻ കുറുപ്പിനോട് എന്നാ പോയിട്ട് വരട്ടെ എന്നൊക്കെ ചോദിക്കുന്നു. കുറുപ്പ് ചോദിക്കുന്നു, ഇനി എന്നാ വരുന്നേ? അതിന് കുറുപ്പിനും അങ്ങോട്ടൊക്കെ വരാമല്ലോ. ഞാൻ എങ്ങനെ വരാനാ വേണു, ഇതൊക്കെ ഇട്ടിട്ട് എനിക്ക് വരാൻ പറ്റുമോ എന്ന് കുറുപ്പും പറയുന്നുണ്ട്. കുറുപ്പിന്റെ കയ്യിൽ നിന്ന് താക്കോൽ കൂട്ടം വാങ്ങിച്ചിട്ട് സരസ്വതിയമ്മ പറയുന്നു, രാജു ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഈ ഏക്കർ കണക്കിന് കിടക്കുന്ന ഭൂമിയും തോട്ടങ്ങളും കാവും ക്ഷേത്രവും എല്ലാം ഇനി രാജുവിന്റെ ചുമതലയില്ല. സരസ്വതിയമ്മ അങ്ങനെ പറഞ്ഞത് കേട്ടതും രാജു അന്തം വിട്ടിങ്ങനെ വായുമ്പൊളന്ന് നിൽക്കുക. പക്ഷെ എല്ലാവർക്കും വലിയ സന്തോഷമാകുന്നുണ്ട്. എന്നിട്ട് താക്കോൽ കൂട്ടമെല്ലാം രാജുവിന്റെ നേർക്ക് നീട്ടിക്കൊണ്ട് പറയുന്നു, ദാണ്ടെ എല്ലാത്തിൻ്റെയും താക്കോല. രാജു ഇങ്ങനെ അന്തം വിട്ട് പ്രതാപനെ നോക്കുമ്പോൾ പ്രതാപൻ പുഞ്ചിരിച്ച് രാജുവിൻ്റെ കൈക്ക് ഇങ്ങനെ പിടിക്കുവാണ്. രാജു അമ്മാമേ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇതാ രാജു, ഇത് വാങ്ങിച്ചോളൂ എന്ന് സരസ്വതിയമ്മ പറയുമ്പോൾ രാജു വീണ്ടും മടിച്ചു നിൽക്കുക. പ്രതാപൻ പറയുന്നു, രാജു അത് വാങ്ങിച്ചോളൂ. പ്രതാപനെ ഹൃദയെ ഒന്ന് നോക്കിയിട്ട് രാജു അങ്ങനെ താക്കോൽ കൂട്ടം മേടിക്കുവാണ്. എന്നാൽ ഇനി സമയം കളയണ്ട, നമുക്ക് പോകാം എന്നിങ്ങനെ സരസ്വതിയമ്മ പറയുമ്പോൾ രാജു പറയുന്നു, എന്നാൽ അമ്മാമ്മ ഒരു കാര്യമുണ്ട് എനിക്ക് പറയാൻ. എന്താ രാജു, പറഞ്ഞോളൂ. അത് അമ്മാമ്മ, ഞാനും ഹൃദിക മേഡവും പകൽ ഇവിടെ നിന്നിട്ട് വൈകുന്നേരം അങ്ങ് വന്നോളാം. രാജു അങ്ങനെ പറഞ്ഞത് കേട്ട് അംബികയൊന്ന് ഞെട്ടുന്നുണ്ട്. ഇവനിവിടെ നിൽക്കുന്ന എന്തോ കണ്ടുപിടിക്കാനാണല്ലോ എന്ന് അംബികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അങ്ങനെ മതി രാജു, നിങ്ങൾ രണ്ടുപേരും പകൽ ഇവിടെ നിന്നിട്ട് വൈകിട്ട് വന്നാൽ മതി എന്നും പറഞ്ഞിട്ട് പ്രതാപൻ എല്ലാവരെയും കൂട്ടിക്കൊണ്ട് പോവുകയാണ്. രാജു അങ്ങനെ കയ്യിലിരിക്കുന്ന താക്കോൽ കൂട്ടത്തെ നോക്കിയിട്ട് ആ പൂട്ടിക്കിടക്കുന്ന റൂമിനെ നോക്കുവാണ്. എന്നിട്ട് രാജു ഹൃദികയും കൂട്ടിയിട്ട് ആ പൂട്ടിയിരിക്കുന്ന റൂം തുറക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ആ പൂട്ടിക്കിടക്കുന്ന മുറി തുറക്കുമ്പോൾ ഇതുവരെ അവരുടെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായിട്ട് അവിടെ എന്തെല്ലാമോ രേഖകൾ കാണും. പത്മാവതിയുടെ ഫോട്ടോയും ജഗന്നാഥൻ്റെ ഫോട്ടോയും എല്ലാം അവിടെ കണ്ടേക്കും. അപ്പോൾ ജഗന്നാഥനെ അവർ പണ്ട് അംബികയെ ഉപദ്രവിച്ചത് കണ്ടിട്ടുണ്ടല്ലോ. ഇനി രാജുവും ഹൃദികയും അംബികയെ നടത്തിയ ക്രൂരതകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന ആ റിവ്യൂവുമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.